ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കലിംഗ ഡിസൈനിൽ കാണിക്കാൻ പോകുന്നത് ഒരു ചുരിദാർ, നല്ല വണ്ണമുള്ള ഒരാളുടെ ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെ വെട്ടി തയ്ക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ 8 ഇഞ്ചാണ്, എനിക്ക് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചാണ്. അതുപോലെ തന്നെ കൈക്കുഴി 8 ഇഞ്ച്, ചെസ്റ്റ് വന്നിട്ട് 25 25ൻ്റെ പകുതി 12.5. നമുക്ക് ടോപ്പാണ് അളവിന് വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്യും. നമുക്കിങ്ങനെ ടോപ്പിൽ നിന്നാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെസ്റ്റ് അളവ് ഇത് 24, 1 ഇഞ്ച് കൂട്ടി ഇടുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25ലാണ് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റിൻ്റെ അളവ്. ഇച്ചിരി വലിയ തുണിയായതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചു പിടിച്ചത്, കാരണം ഇതിങ്ങനെ വലിഞ്ഞു പോകും ശരീരത്തിൽ. അപ്പോൾ അവർക്കത് കംഫർട്ടബിൾ ആയിരിക്കും അത്രയും വലിവിലിടുന്നത്. അപ്പോൾ നമ്മൾ 24 കിട്ടിയാണ്. 1 ഇഞ്ച് അവർ എക്സ്ട്രാ ഇടാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ 25, അങ്ങനെ 25 എടുത്തു. പിന്നെ ഷേപ്പിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ് കിട്ടിയത്. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 25.5 കിട്ടിയത്. അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് 17, സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 25 ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ വണ്ണം വണ്ണം കിട്ടിയിരിക്കുന്നത് നമുക്ക് 27 ഇഞ്ചാണ്. 27 ഇഞ്ചാവുമ്പോൾ ഇത് നമ്മൾ ചുരിദാറിൽ നിന്ന് എടുക്കുന്നതാകുമ്പോൾ അതിൻ്റെ പകുതി മാത്രം കണ്ടാൽ മതി. 13.5 ഇപ്പോൾ ഇവിടെ ഷേപ്പിൻ്റെ വണ്ണം. അതിൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 25.5. അപ്പോൾ സ്ലിറ്റിൻ്റെ വണ്ണം 27. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടുതലാണ്. 27, 13.5. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. 26 ആണെങ്കിൽ 26ൻ്റെ പകുതി 13, 27 ആണെങ്കിൽ 13.5. നമ്മളിവിടെ 13.5 മാർക്ക് ചെയ്തായിരുന്നു. സ്ലിറ്റിൻ്റെ അവിടെ, ഈ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യേണ്ടതുള്ളൂ. 1 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. സ്ലിറ്റ് അടിച്ച് മറിക്കാനായിട്ട് 1 ഇഞ്ച് മതി. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അടിവണ്ണം മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 27 ആണ് കിട്ടിയത്. അപ്പോൾ അടിവണ്ണം വരുമ്പോൾ നമ്മൾ 1 ഇഞ്ചും കൂടി 1 ഇഞ്ച് കൂടി കൂട്ടിയാണ് എടുക്കുന്നത്. 28. സ്ലിറ്റിനേക്കാൾ 1 ഇഞ്ച് കൂടി കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ 28ൻ്റെ പകുതി 14. അപ്പോൾ 14 അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് തയ്യൽത്തുമ്പ്, സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രമേ കൊടുക്കാവുള്ളൂ. സ്ലിറ്റ് ഒടുങ്ങി താഴത്തോട്ട്. ഇവിടെ സ്ലിറ്റിന് മുകളിലോട്ട് ഷേപ്പിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം. അതിന് ശേഷം നമ്മളിവിടെ കൈക്കുഴി മാർക്ക് ചെയ്യണം. ഇതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കുഴിച്ച് പോകണം. ഒരു 1.25 ഇഞ്ചൊക്കെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൈക്കുഴിയാണെന്ന് നോക്കണം. പന്ത്രണ്ട് 24 നമുക്ക് അതിനകത്ത് കൈക്കുഴി കിട്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്വല്പം കുറവുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നോക്കണം. കൈക്കുഴി 12.25 ഇല്ല, കറക്റ്റാണ്. നമ്മളിങ്ങനെ വെച്ച് ഇവിടെ തയ്ക്കാനുള്ള തുമ്പ് വിട്ടതിന് ശേഷം ഈ 1/2 ഇഞ്ച് താഴത്തേക്ക് വെച്ച് നമ്മളിങ്ങനെ അളന്ന് നോക്കണം. കറക്റ്റ് 12ലാണ് നിൽക്കുന്നത്. 24. അതിനുശേഷം നമ്മൾ ഈ വെട്ടാനുള്ള പോയിൻറ്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇതിൽ വരയ്ക്കുക. നമുക്ക് തയ്ക്കാനുള്ള പോയിൻ്റാണ്.
അതിന് ശേഷം ഇത് വെട്ടിയെടുക്കുകയാണ്. ഇനി നമ്മൾ നല്ല തുണിയിലേക്ക് വെട്ടിയെടുക്കാം. ഇതിൻ്റെ കൈയും കൂടി വെട്ടിയെടുക്കാനുണ്ട്. കൈ മാർക്ക് ചെയ്ത് വെട്ടിയെടുത്തതിന് ശേഷം കൈ ഒരു 10.5 ഇഞ്ച് ആണ് കൈയുടെ ഇറക്കം വേണ്ടത്. അപ്പം നമ്മൾ 1 ഇഞ്ച് അടിയിൽ മടക്കി അടിക്കാൻ 11.5 അര ഇഞ്ച് മുകളിൽ വെട്ടാൻ, അങ്ങനെ 12 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഒരു കൈക്കുഴി ഒരു 4 ഇഞ്ച് ഒക്കെ കുഴിച്ച് വെട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് വണ്ണമുള്ള ഒരാളല്ലേ. പന്ത്രണ്ട് ഇഞ്ചാണ് വണ്ണം, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അടിവണ്ണം വരുന്നത് 6.25 6.25 നമ്മൾ 7 ഇട്ടുണ്ട്. ആ തുണി വലിയണ തുണിയാണിത്, വലിയില്ലാത്ത കോട്ടൻ്റെ തുണിയാണ്. തുണികൾ അളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ടൈപ്പ് തുണികളാണെന്നുള്ളത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിന് ശേഷം നമ്മളപ്പോൾ തുണി വിടർത്തിയിട്ടത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു. ലൈനിങ് വെട്ടിയപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ നോർത്താണ്. അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നീളത്തിലുള്ള തുണി ഇത് 2ആയി മടക്കണം. മടക്കിയതിന് ശേഷം നമുക്ക് 4ആയിട്ട് മടക്കണം. തുണി 4ആയിട്ട് മടക്കിയിട്ട് ഇടുക. ഇതിൻ്റെ അടിവശത്താണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കസ്റ്റമറോട് നമ്മളിങ്ങനെ അടിയിൽ വർക്ക് വരുമ്പോൾ ഇത് ചിലപ്പോൾ ചെസ്റ്റ് വെച്ചാണെന്ന് കസ്റ്റമർ വിചാരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചോദിക്കണം ഇത് എവിടേക്ക് വേണ്ടത്. ഇപ്പോൾ ഇവർക്ക് അടിയിലേക്ക് തന്നെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4ആക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ വെട്ടിയ ലൈനിങ് ആദ്യം എടുത്ത് നമ്മൾ ലൈനിങ് വെച്ച് വെട്ടിയെടുക്കാൻ പോകുന്നു.
അപ്പോൾ നമ്മൾ ലൈനിങ് വെട്ടിയെടുത്തു. അതിന് ശേഷം കൈ വെട്ടിയെടുക്കാനായിട്ട് കൈ വെട്ടിയെടുക്കും. അപ്പോൾ അങ്ങനെ ചുരിദാറിൻ്റെ ടോപ്പ് വെട്ടാൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. നമ്മൾ ചുരിദാറിൻ്റെ കഴുത്ത് നമുക്ക് 7 ഇഞ്ച് ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മളൊരു 3.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇത് വക്ര 2ആയിട്ട് ഇട്ടേക്കുന്നതാണ്. താഴത്ത് നമുക്ക് 6 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ നമ്മളൊരു 6.25 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഷോൾഡർ അരയിഞ്ച് അടിച്ചു പോകും. 5.25 6 ഇഞ്ച്. അപ്പോൾ 6.5 ഇഞ്ചിൽ 6.25 6.5 എടുത്തോ, ബിഗിനേഴ്സ് ആകുമ്പോൾ. കാരണം എന്നാലാണ് 1/2 ഇഞ്ച് കറക്റ്റായിട്ട് ഇവിടെ മടക്കി അടിച്ച് പോകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം താഴെ ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ആലില പോലത്തെ ഒരു കഴുത്താണ് വയ്ക്കുന്നത്. അതിനുശേഷം ഔട്ട്ലൈൻ ഇങ്ങനെ ആദ്യം വെട്ടിയെടുക്കണം. ഇങ്ങനെ കഴുത്താണ് വെട്ടിയെടുത്തേക്കണേ. ബാക്ക് നെക്ക് നമുക്ക് 4.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു 5 ഇഞ്ചിൽ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ബാക്ക് യു ആണ് കൊടുക്കുന്നത്. നമ്മൾ ബാക്കും വെട്ടിയെടുത്തു. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ലൈനിങ്ങിൻ്റെ ബാലൻസ് തുണിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. കഴുത്ത് ഇങ്ങനെ വെച്ച് നമ്മളത് ഇതിൻ്റെ ഈ മിനുസമുള്ള വശം അടിയിലേക്ക് വെച്ച് ഇങ്ങനെ തേപ്പൊട്ടി ചൂടാക്കിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇത് വെച്ച് കറക്റ്റ് ചെയ്ത് നമ്മളിവിടെ നിന്ന് തേച്ചെടുക്കുക. ഇവിടെ നെക്കിൻ്റെ അകലം കറക്റ്റാക്കിയതിന് ശേഷം നമ്മളത് വെച്ച് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ 2 വശവും നമ്മുടെ ബാക്കും ഫ്രണ്ടും ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കണം.
നമുക്ക് ചുരിദാറിൻ്റെ വെട്ടി വെച്ചാണ് അതിൻ്റെ കഴുത്തടിക്കാം. ഇങ്ങനെ ചേർത്ത് അങ്ങനെ അടിച്ചുകൊണ്ട് വരണം. അതിനുശേഷം ഫ്രണ്ടിൻ്റെ കഴുത്തും ഇങ്ങനെ അടിക്കാം. രണ്ട് കഴുത്തും നമ്മളിങ്ങനെ അടിച്ച് മറിച്ചെടുത്തു. അതിന് ശേഷം ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് ആദ്യം അറ്റാച്ച് ചെയ്യണം. ബാലൻസ് വന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ കൈ അര ഒരു ഇഞ്ചാണ് നമ്മളിവിടെ മടക്കി അടിക്കാനുള്ളത്. മടക്കി അടിച്ച് കഴിഞ്ഞ് ഇതുപോലെ അപ്പുറത്തെ കൈയും അടിച്ച് സെറ്റാക്കിയിട്ട് വരാം. നമ്മൾ ലൈനിങ്ങും ചുരിദാറിൻ്റെ മെയിൻ തുണിയായിട്ട് അറ്റാച്ച് ചെയ്യണം. ചുരിദാറിൻ്റെ നല്ല വശത്തല്ല ചീത്ത വശം എടുത്തിട്ട് അതിനകത്തേക്ക് ലൈനിങ് മുകളിൽ കയറ്റി വെച്ച് അടിച്ചെടുത്താണ്.
ഇപ്പുറ സൈഡ് വലിച്ചതിന് ശേഷം നമ്മളിപ്പുറം നേരാച്ചതിന് ശേഷം വേണം അടിക്കാൻ, ചുളിവില്ലാതെ. അതിനുശേഷം നമ്മുടെ ബാലൻസ് ഉള്ളതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയണം. ലൈനിങ് ഞാനൊരു ഇഞ്ച് കൂടി വെട്ടിക്കളഞ്ഞു. കാരണം ഇതിങ്ങനെ ലൈനിങ് ഇറങ്ങി കിടന്നാൽ തൂങ്ങി എൻ്റെ അലക്ക് കഴിയുമ്പോൾ ലൈനിങ് അതിൻ്റെ പുറമേക്ക് വരും. 2-3 ഇഞ്ചിലൊക്കെ 3 ഇഞ്ചൊക്കെ നമുക്ക് കുറച്ച് ലൈനിങ് എടുത്താൽ മതി. അതിന് ശേഷം ലൈനിങ്ങിട്ട് അടിമടിക്ക് അടിക്കാൻ നമ്മൾ ഒരു സൈഡിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ സൈഡ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ട് വശമാണ്, ഫ്രണ്ട് വശത്ത് നെക്ക് അറ്റാച്ച് ചെയ്യാണ്.
ഇതിൻ്റെ നടുക്ക് ഞാനൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമാതിരി തന്നെ ഇതിൻ്റെ നടുക്ക് നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി അറ്റാച്ച് ചെയ്യണം. തെന്നി നീങ്ങി പോകാതിരിക്കാനാണ് അങ്ങനെ അടിച്ചു വയ്ക്കുന്നത്. അതിന് ശേഷം നമുക്ക് കഴുത്തിൻ്റെ സൈഡിലേക്ക് തന്നെ അടിച്ചു. സമയം ഒരു 8 മണിയാവാറൊക്കെ ആയിട്ടുണ്ടാവും. രാത്രി 8 മണിയായി. രാവിലെ 8 മണിക്ക് നമ്മളിവിടെ കടയിൽ വന്നതാണ്. 7:30-8 മണിയായി ഇപ്പോൾ കടയിൽ വന്ന രാത്രിയായി. കഴിച്ചു കഴിയാത്ത കാരണം അതിങ്ങനെ നിൽക്കാണ് വെയിറ്റ് ചെയ്ത്. ഇങ്ങനെ കഴുത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്റ്റാൻഡ് ഇടുന്ന കാരണം കൈക്കൊരു കുഴപ്പം കിട്ടിയില്ല. ഇച്ചിരി കയറി പിടിച്ചു കൂടെ. നമ്മളത് രണ്ടാമത് അടിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം സൈഡ് 1/4 ഇഞ്ച് നമ്മളിങ്ങനെ വെട്ടി മൊത്തം വെട്ടിക്കളയാം. അതിന് ശേഷം ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കണം. നമ്മുടെ കഴുത്തടിച്ച് തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫുള്ള് ഇതുമാതിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്ത എളുപ്പത്തിന് നമുക്ക് നമ്മളിതിൻ്റെ കഴുത്ത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു പൈപ്പിംഗ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു കഴുത്തിൽ. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ത്രെഡിൽ ഇതിൻ്റെ കാല് വെട്ടിയ തുണിയുടെ ബാലൻസിൽ നിന്ന് ഒരു ത്രെഡ് ഉണ്ടാക്കി പൈപ്പിംഗ് ത്രെഡ് വെച്ച് നമ്മളിങ്ങനെ ഒരു പൈപ്പിംഗ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ചിങ്ങനെ അടിച്ച് ഈ വളച്ചിലൊക്കെ വരുന്നോടത്ത് നമ്മളിങ്ങനെ വെട്ട് ഇട്ട് കൊടുക്കണം. എന്നാലത് നന്നായിട്ട് തിരിഞ്ഞു വരുള്ളൂ. അതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് അടിച്ചു പോവാണ്. പതിച്ചടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ പൈപ്പിംഗ് ഇങ്ങനെ വെച്ച് പോവാണ്. അവിടെ കോർണർ വരുമ്പോൾ നമുക്കവിടെ കുറച്ചകത്തേക്ക് പോകണം. അതുകൊണ്ട് ഒരു കട്ടിങ് കൊടുക്കണം. നമ്മളവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ കറക്റ്റ് നമ്മളിതെല്ലാം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതിച്ചൊന്ന് തേച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. നമുക്ക് അടുത്തടിച്ച് കഴിഞ്ഞ് ഇനി ഇതെല്ലാം തേച്ചെടുത്തിട്ട്
ബാലൻസ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടി നമ്മൾ കഴുത്തടിച്ചാണ് നല്ല വശം. ഈ ബാക്കിലെ കഴുത്ത് ഇങ്ങനെ അടിച്ച് മറിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടിക്കണം ഷോൾഡർ. രണ്ട് സൈഡിലും അതുമാതിരി തന്നെ പത്ത് സൈഡിൽ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം കഴുത്തിങ്ങനെ മടക്കി വയ്ക്കുക. അതിന് ശേഷം അറേഞ്ച് പൈപ്പിങ് വരണോടത്ത് ഇച്ചിരി കട്ടിയുള്ള കാരണം നമ്മൾ നൂല് പൊട്ടിപ്പോവാണ്. ചേർത്ത് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ലോക്ക് ചെയ്തെടുക്കണം രണ്ട് സൈഡും. നമ്മൾ ബാക്കിലെ കഴുത്തിങ്ങനെ അകത്തോട്ട് വെച്ച് മടക്കി പുറകാണി അടിക്കുകയാണ്, പുറത്തിങ്ങനെ പതിച്ചടിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് വശത്ത് ഒരു ടക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ടക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ സെയിം പത്ത് സൈഡിലും അതിൻ്റെ പതിക്കാനായിട്ട് ഈ സൈഡിൽ നിന്ന് നമ്മൾ അതുപോലെ തന്നെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുകയാണ്.
കൈ കൂട്ടിയടിക്കുകയാണ്. അവിടെ വരെ കൊണ്ടുപോയി അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഇവിടെ സൈഡിലേക്ക് അടിക്കുകയാണ്. ഇപ്പുറത്തെ കൈയും അതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഈ കൈ നമ്മൾ അടിച്ചു 10 ഇഞ്ചിൽ അടിച്ചു കിട്ടി. അപ്പുറത്തെ സൈഡിലെ കൈയും അടിച്ചിട്ട് വരും. നമ്മൾ കൈയൊക്കെ അറ്റാച്ച് ചെയ്ത് അതിൻ്റെ ലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈഡ് കൂട്ടാണ്. സൈഡ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 7 ഇഞ്ച് കൈയുടെ വണ്ണം. ഇവിടെ കൊണ്ടുപോയി കുത്തി നിർത്തണം. ഇത് നമുക്ക് സ്ലിറ്റ് അടിക്കാനുള്ള പോയിൻ്റാണ്. പോയിൻ്റ് വരെ കൊണ്ടുപോയി നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്താണ് കൊടുത്തവരെ അടിച്ച് സ്ലിറ്റ് അടിക്കാനുള്ള പോയിന്റിൽ കുത്തി നിർത്താം. അതിന് ശേഷം തിരിച്ചെടുത്തിട്ട് അത് മേക്കടെ തന്നെ കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കാലിഞ്ച് മാറ്റി തയ്യൽത്തും 4 ഇഞ്ച് മാറ്റി നമ്മളൊരു 3 അടുപ്പ് അടിച്ചിട്ട് കൊടുക്കണം. കാരണം എന്തെങ്കിലും അവർക്ക് അഴിച്ച് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു 2-3 അടുപ്പ് അടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൂസാക്കണമെങ്കിൽ ആക്കാനും സ്ഥലം ഇട്ട് കൊടുക്കണം നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ഇഞ്ച് ഒരു 3 അടുപ്പ് അടിച്ചിരുന്നത്. 4 ഇഞ്ച് 3 അടുപ്പ് അടിച്ചിരുന്നത്. ഇവിടെ വരുമ്പോൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റ് ഇവിടെ കറക്റ്റ് ആവില്ല. നിങ്ങൾ നീങ്ങി അടിക്കാൻ സ്ലിറ്റ് മടക്കി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പുറ സൈഡിലൊന്നും തന്നെ അടിച്ചിട്ട് ഇവിടെയും അതുപോലെ തന്നെ അടിച്ചിട്ട് വരാം. നമ്മളതിൻ്റെ സ്ലിറ്റ് അടിക്കാനായിട്ട് അടിയിൽ നിന്ന് 1 ഇഞ്ചിലാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് വെച്ച് മടക്കി സ്ലിറ്റ് അടിക്കണം.
അടിച്ചതിന് ശേഷം ഇവിടെ കുത്തി നിർത്തി തിരിച്ചതിന് ശേഷം തിരിച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇവിടെ കുത്തി ഇവിടെ നേരെ അടിക്കും. ആ സ്ലിറ്റിൻ്റെ അവിടെ നേരെ അടിച്ചതിന് ശേഷം ഇവിടെ കുത്തി നിർത്തി താഴത്തോട്ട് അങ്ങനെ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞു. ഈ സ്ലിറ്റിൻ്റെ തുമ്പത്തേക്കടെ നമുക്ക് ഇവിടെ നമ്മളൊരു പ്രസ് ഇങ്ങനെ എന്തെങ്കിലും തുമ്പത്തേക്കടെ തന്നെ പോകണം. അടിച്ചടിച്ച് അതിന് ശേഷം ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ തിരിച്ചെടുക്കുകയാണ്. തിരിച്ചെടുത്ത് താഴെ അതൊക്കെ ഒരു ലോക്ക് കൊടുത്തിട്ട് അടിക്കണം. കാരണം അവിടെ നിന്നൊക്കെ വേഗം വിട്ടുപോകാൻ എളുപ്പമുള്ള സൈഡുകളായതുകൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് ലോക്ക് കൊടുത്തടിക്കണം. ഇവിടെ താഴെ നമ്മൾ ലോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മുടെ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞു. നന്നായിട്ട് നമ്മുടെ സ്ലിറ്റ് നമ്മളടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അങ്ങനെ കൈ അടിച്ചു, രണ്ട് സൈഡിലും എല്ലാം അടിച്ച് രണ്ട് സൈഡിലും അടിച്ച് തീർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ അടിയിൽ ഇങ്ങനെ ഒരു ലോക്കിംഗ് പോലെ ഉണ്ട്. നമ്മൾ പക്ഷേ ഇത് കറക്റ്റ് വെച്ച് നമ്മൾ താഴത്ത് മടക്കി അടിക്കുന്നുണ്ട്. ഒരു അറേഞ്ച് വെച്ച് മടക്കി ഇതൊന്ന് മടക്കി അടിച്ചു വിടുന്നുണ്ട്. നമ്മൾ ഒരു മടക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ തുണികൾ നമ്മൾ കുറച്ച് ഗ്യാസെടുപ്പം ഉണ്ടാക്കുന്നു. അതിങ്ങനെ പാകത്തിന് വെച്ച് നമ്മൾ അടിച്ച്
സൈഡും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു പതുക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 50 ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെ ചെസ്റ്റ് വണ്ണം 50 ഇഞ്ചുള്ള ഒരാളുടെ ടോപ്പാണ് ചെയ്യുന്നത്. വലിച്ച് ക്ലിയറായി കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ.